തിരുവനന്തപുരം നഗരത്തിൽ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയ കേസിൽ 3 പേർ അറസ്റ്റിലായി. കോട്ടയ്ക്കകം പേരകം സ്വദേശികളാണ് ഇപ്പോൾ അറസ്റ്റിലായത്. ഇന്നലെയാണ് ഇവർ വയോധികരായ ദമ്പതികളെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയത്. വിവരങ്ങളുമായി സലീം മാലിക് ചേരുന്നു. റൗഡികളാണോ സലീമേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. റൗഡികളാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയേണ്ടി വരും. കാരണം പട്ടാപ്പകൽ ഒരു വീട്ടിലേക്ക് കയറി പോകുന്നു. തിരുവനന്തപുരം നഗരത്തിലെ കരമനയിലെ ഒരു വീട്ടിലേക്ക് കയറി പോകുന്നു. ആ വീട്ടിലേക്ക് കയറിപ്പോയതിനു ശേഷം ആ വീട്ടിലെ പ്രായം ചെന്നവരാണ് അവരെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുന്നത്. അവിടെ നിന്നുള്ള സ്വർണം അപഹരിക്കുന്നു. എന്നിട്ട് കൂളായി അവർ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം ഈ സംഭവം ഉണ്ടായി. അതായത് ഈ വീട്ടിലെ കണക്കെടുക്കാനാണ് എന്ന് പറഞ്ഞാണ് 3 അംഗ സംഘം ആ വീട്ടിലേക്ക് പോകുന്നത്. ആ വീട്ടിലേക്ക് പോയതിനു ശേഷം ചില വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം അവർ തിരികെ മടങ്ങി. പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ബാഗ് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിലുണ്ടായിരുന്നൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. ആ സ്ത്രീയും ഒരു പുരുഷനും ചേർന്ന് വീണ്ടും അവിടേക്ക് പോയി. അതിനുശേഷം കത്തി കാട്ടിയതിനു ശേഷം ഒച്ച വെച്ചാൽ അപായപ്പെടുത്തും എന്ന് പറഞ്ഞു. അതിന് പിന്നാലെ ഉള്ള സ്വർണം ഉൾപ്പെടെ എടുക്കണം എന്ന് പറയുകയായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന 4.5 പവന്റെ മാല ഈ ജ്യോതി പത്മജ എന്ന സ്ത്രീയുടെ 61-കാരിയുടെ വീട്ടിലാണ് ഇവർ കയറിയത്. അവിടെ നിന്നും ഈ ജ്യോതി പത്മജയുടെ തന്നെ 4.5 പവന്റെ സ്വർണം അപഹരിച്ചു. 2 മാലകളാണ് അപഹരിച്ചത്. അപഹരിച്ചതിന് ശേഷം അവർ നടന്നു പോകുന്നതിന്റെയൊക്കെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെ പോലീസിൽ പരാതി നൽകി 4 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാവുകയും പ്രതികളെ പിടിക്കുകയും ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. പേരകം സ്വദേശികളായ 3 പേരാണ് അതുമായി ബന്ധപ്പെട്ട പിടിയിലായിരിക്കുന്നത്. പോലീസ് പറയുന്നത് ഇത്തരത്തിൽ സമാനമായി പല വീടുകളിലും കയറാൻ ഈ പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് അവരെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയവുമാണ്. SK. ഓക്കെ, താങ്ക് യു സലീം മാലിക്.